അങ്ങനെ സി കെ ജാനുവും ടീമും ബി ജെ പി ബാന്ധവം അവസാനിച്ചു. എൻ ഡി എ സഖ്യം വിടുന്നുവെന്ന് സി കെ ജാനു പ്രഖ്യാപിച്ചു. ആദിവാസികളുടെ നേതാവായിരുന്ന സി കെ ജാനുവിൻ്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ രാഷ്ട്രീയ സഭയുടെ സംസ്ഥാന കമ്മിറ്റിയിലാണ് തീരുമാനം ഉണ്ടായത്. ബി ജെ പിയിൽ നിന്നും കടുത്ത അവഗണന നേരിട്ടതുകൊണ്ടാണ് തീരുമാനമെന്ന് സി കെ ജാനു പറഞ്ഞു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ എൻ ഡി എയിലായിരുന്നു ജാനു. സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തു. 2018 ബി ജെ പി അവഗണിക്കുന്നു എന്നാരോപിച്ച് എൻ ഡി എ വിട്ടു. തുടർന്ന് എൽ ഡി എഫിൽ ചേരാൻ സി പി ഐയുടെ അന്നത്തെ സെക്രട്ടറി കാനം രാജേന്ദ്രനുമായി ചർച്ച നടത്തിയെങ്കിലും ചർച്ചയിൽ പുരോഗതിയുണ്ടായില്ല. തുടർന്ന് 2021 എൻ ഡി എയിൽ വീണ്ടും തിരിച്ചെത്തി. പക്ഷേ ഇപ്പോൾ സി കെ ജാനു പറയുന്നത് തങ്ങളെ ബി ജെ പി അവഗണിക്കുന്നു എന്നാണ്. ബി ജെ പിയുടെ തനിനിറം ഇപ്പോഴാണ് മനസ്സിലാക്കിയത് എന്നാണ്. ബി ജെ പിയുടെ ആദിവാസി സ്നേഹവും ഗോത്ര സ്നേഹവും ദളിത് സ്നേഹവും ഒക്കെ അവരുടെ പൊയ്മുഖങ്ങളാണ്. മുദ്രാവാക്യം വിളിക്കാനും തല്ലുകൂടാനും ആദിവാസികളെയും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളെയും ഹിന്ദു വിഭാഗത്തിൽ തന്നെയുള്ള പിന്നോക്ക വിഭാഗങ്ങളെയും അവർ തിരഞ്ഞെടുക്കും. കാര്യം കഴിയുമ്പോൾ കൈയൊഴുകുകയും ചെയ്യും. ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവരിൽ ഈഴവരെ തങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് എടുക്കാൻ ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. ഈഴവ സമുദായത്തിൽ നിന്നുള്ള നേതാക്കളെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ഈഴവ സമുദായത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമം തുടങ്ങിയിട്ട് കുറേ കാലമായി. നമ്മുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും വി മുരളീധരനും ശോഭാ സുരേന്ദ്രനും ഒക്കെ ഈഴവ സമുദായത്തിൽ നിന്നുള്ളവരാണ്. പക്ഷേ എന്തുകൊണ്ടോ ഈഴവ സമുദായം അവരോട് അടുക്കുന്നില്ല. ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും അജണ്ടയല്ല ശ്രീനാരായണ ധർമ്മമെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ആദിവാസികളെ, ഒന്നും അറിയാത്ത ആദിവാസികളെ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് സി കെ ജാനുവിൻ്റെ പാർട്ടിയെ എൻ ഡി എ എടുത്തത്. പക്ഷേ ജാനുവിന് ആദിവാസികൾക്കിടയിലുള്ള സ്വാധീനം നഷ്ടപ്പെട്ടത് ബി ജെ പി മനസ്സിലാക്കി. വോട്ടില്ലെങ്കിൽ പിന്നെന്തിന് സി കെ ജാനു എന്ന ചോദ്യമാണ് ബി ജെ പി സ്വയം ചോദിച്ചത്. അങ്ങനെയാണ് സി കെ ജാനുവിനെ തഴഞ്ഞത്. പിന്നീട് എൽ ഡി എഫിലേക്ക് പോകാൻ കാനം രാജേന്ദ്രനുമായി സംസാരിക്കുകയും എൽ ഡി എഫിൽ ചേരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി സി പി ഐയിൽ ലയിക്കാമെന്നൊക്കെ പറയുകയും ചെയ്തു അന്ന് സി കെ ജാനു. പക്ഷേ ആ ചർച്ച ഒരിടത്തും എത്തിയില്ല. സി കെ ജാനുവിന് ആദിവാസികൾക്കിടയിൽ സ്വാധീനം കുറവാണെന്ന് തിരിച്ചറിഞ്ഞ സി പി എം ആണ് ആ ചർച്ച വഴിമുടക്കിയതെന്നാണ് സംസാരം. എന്തായാലും സി കെ ജാനുവിന് മതിയായി. ബി ജെ പിയിൽ നിന്ന് അവർ പാഠം പഠിച്ചു. ഇനിയിപ്പോൾ എൽ ഡി എഫിലേക്കാണ് സി കെ ജാനുവിൻ്റെ ചാട്ടം. സംസ്ഥാന സെക്രട്ടറി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായുള്ള സി കെ ജാനുവിൻ്റെ അടുപ്പം ശ്രദ്ധേയമാണ്. സി പി ഐയിലേക്ക് സി കെ ജാനുവിൻ്റെ പാർട്ടി ലയിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അതോ സി പി ഐയുടെ അതോ എൽ ഡി എഫിൻ്റെ അസോസിയേറ്റ് അംഗമായി മാറുമോ സി കെ ജാനുവിൻ്റെ പാർട്ടി എന്നതും അറിയേണ്ട കാര്യമാണ്. എന്തായാലും ബിനോയ് വിശ്വവും സി കെ ജാനുവും തമ്മിൽ ചർച്ച നടത്തി കഴിഞ്ഞു എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്ന സൂചന. സി പി ഐയിൽ സി കെ ജാനുവിൻ്റെ പാർട്ടി ലയിച്ചാൽ വയനാട്ടിൽ കുറച്ചും കൂടി കരുത്ത് കാണിക്കാൻ സി പി ഐക്ക് കഴിയും. ഇപ്പോൾ സി പി ഐ ജില്ലാ സമ്മേളനങ്ങളൊക്കെ നടന്നു വരികയാണ്. ജില്ലാ സമ്മേളനത്തിലൊക്കെ വളരെ കുറച്ചു മാത്രം പ്രവർത്തകരെയാണ് സി പി ഐക്ക് പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞത്. സി പി ഐയുടെ കരുത്ത് കാനം രാജേന്ദ്രന് ശേഷം ബിനോയ് വിശ്വം സെക്രട്ടറി ആയതിനു ശേഷം ചോർന്ന് പോവുകയാണ്. ഈ സാഹചര്യത്തിൽ സി കെ ജാനുവിനെ പോലെയുള്ളവരുടെ പാർട്ടിയെ ലയിപ്പിച്ചാൽ സി പി ഐ ശക്തി പ്രാപിക്കും എന്നായിരിക്കാം ബിനോയ് വിശ്വം കരുതുന്നത്. സി കെ ജാനുവിന് ആദിവാസികൾക്കിടയിൽ പണ്ടത്തെ പോലെ സ്വാധീനമൊന്നുമില്ല. ആദിവാസികൾക്ക് ഇപ്പോൾ സി കെ ജാനുവിനെ ഇഷ്ടവുമല്ല. സി കെ ജാനു ധരിച്ചിരിക്കുന്ന മുഖംമൂടിയൊക്കെ അവർക്ക് മനസ്സിലായി. പണത്തിന് വേണ്ടി കെ സുരേന്ദ്രനോട് സി കെ ജാനു ആവശ്യപ്പെടുന്ന ഓഡിയോയൊക്കെ ഒരു കാലത്ത് വളരെ പ്രചാരം നേടിയിരുന്നു. ലക്ഷങ്ങളാണ്
BJP സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രനിൽ നിന്ന് CK ജാനു വാങ്ങിയത്. അതിൻ്റെ ആഡിയോ പുറത്തുവിടുകയും CK ജാനുവിൻ്റെ വലം കൈയായിരുന്ന പ്രവർത്തകർ തന്നെ ഇക്കാര്യം പൊതുജനത്തെ അറിയിക്കുകയും ചെയ്തു. അതോടെയാണ് CK ജാനുവിൻ്റെ ഉള്ള ഇമേജും കൂടെ പോയത്. രാജീവ് ചന്ദ്രശേഖർ BJP അധ്യക്ഷനായ ശേഷം CK ജാനുവിനെയൊക്കെ ഉള്ളവരെ പുറന്തള്ളാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് അറിയാം ഇവരുടെ പരിമിതി, ഈ പാർട്ടിയുടെ പരിമിതി. ആദിവാസികൾക്കിടയിൽ CK ജാനു ഒറ്റപ്പെട്ട് കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ CK ജാനു BJPയിൽ നിന്നിട്ട് അല്ലെങ്കിൽ NDAയിൽ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് NDA തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്തായാലും LDFിലേക്ക് CK ജാനു പോകുമോ അതോ CPIയിൽ ലയിക്കുമോ? ഇതൊക്കെയാണ് ഇനി അറിയേണ്ട കാര്യങ്ങൾ.